പോണ ഒരു മുളക് കറിയാട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉള്ളിട്ടങ്ങ് പൊടിച്ചു കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടെ ഒരു കൈ നിറച്ചും ചെറിയ ഉള്ളിയും ഒരു 7-8 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി 2 പച്ചമുളകോടെ ജസ്റ്റ് അങ്ങോട്ട് ഒതുക്കിയിട്ട് നമ്മളുടെ ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് എന്താ കളറൊക്കെ മാറി വരണ വരെ നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ എരിവിനുള്ള മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ ഇതിന് പുളിക്ക് വേണ്ടിയിട്ടേ ഞാൻ നമ്മളെ ചെമ്മിപ്പുളി പിന്നെ ഓർക്കാപ്പുളി പിന്നെ കുറേ പേരുകൾ ഇന്നാൾ കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുളിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ മീനും പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് ആദ്യം നമുക്ക് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ മീനൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തിളക്കുമ്പോഴേക്കും വേവും, ചെറിയ ചാളയല്ലേ, ആ സമയത്തുണ്ടല്ലോ തുണി പിടിച്ചിട്ട് ജസ്റ്റ് ഈ ചട്ടി ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക. തുണി വേണമെങ്കിൽ പിടിച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളടാരനാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചിട്ട് അത് അവിടെ ഇരിക്കട്ടെ. പറ്റുമെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതിട്ടാ. അപ്പോഴേക്കും നമ്മളുടെ ആ ഒരു കറിയുടെ ലുക്കൊക്കെ നല്ലോണം അങ്ങോട്ട് മാറും. ഇനി നല്ല